ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മോർണിംഗ് ബ്രീഫ്. കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി നിഫ്റ്റിയിൽ നല്ലൊരു റിക്കവറി റാലി ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഡെക്സ് ഹെവി വെയ്റ്റ്സ് ആയിട്ടുള്ള റിലയൻസ് ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകളിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണിച്ചതാണ് അത്തരത്തിലൊരു റിക്കവറി നമുക്ക് ലഭിച്ചത്. ഇന്നും അത്തരത്തിലൊരു റാലി ലഭിക്കുമോ എന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഒന്ന് പോയി വരാം. കഴിഞ്ഞ ദിവസം US മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ഒരു നെഗറ്റീവ് നോട്ടിലാണ്. 0.3% ഡൗൺ ആയിരുന്നു S&P 500ഉം അതോടൊപ്പം തന്നെ നാസ്ഡാക്കും. യൂറോപ്യൻ മാർക്കറ്റിൽ നല്ലൊരു റിക്കവറി റാലിയുടെ ദിവസമായിരുന്നു. ഡാക്സ് ഏകദേശം 1% അപ്പായിരുന്നു. FTSEയും ഏകദേശം 0.8% റാലി ലഭിച്ച ഒരു ദിവസമായിരുന്നു ഇന്നലെ. ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഏഷ്യൻ സെന്റിമെന്റ് ഒരു മിക്സഡ് സെന്റിമെന്റ്സിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം കറക്ഷൻ ഉണ്ടായിരുന്ന ജാപ്പനീസ് നിക്കി ഇന്ന് 1% റാലിയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ ഒരു പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി 35 പോയിന്റ് ഡൗൺ ആയിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്ന നിഫ്റ്റിയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരിക്കും നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അതിനുശേഷമുള്ള ട്രേഡ് നമുക്ക് ഒരു പുരോഗതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്, കുറേ ദിവസത്തെ മൗനത്തിന് ശേഷം ഇന്ത്യ US താരിഫ് ഡീലിനെ കുറിച്ചിട്ട് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രസ്താവന ഇന്നലെ ഉണ്ടായി എന്നുള്ളതാണ്. 25% ടാക്സ് ഇന്ത്യക്ക് മേൽ ചുമത്തും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇത് താൽക്കാലികമാണ്. കാരണം ഓഗസ്റ്റ് 1 എന്നതാണ് എല്ലാ രാജ്യത്തിനും പ്രഖ്യാപിച്ചിരിക്കുന്ന അവസാന മൊറട്ടോറിയം ഡേറ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും താരിഫ് 25% മാറും. അത്തരത്തിലുള്ളൊരു മാറ്റമാണ് ഇന്ത്യയിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. എന്നാൽ ഇന്ത്യ US ട്രേഡ് ഡീൽ ഇതുവരെ കൺഫർമേഷൻ ആയിട്ടില്ല. അത് ഡിലേ ആകുമെന്നുള്ളൊരു സൂചനയും നൽകുന്നുണ്ട്. മേ ബി ഓഗസ്റ്റ് അവസാനത്തോടു കൂടി അല്ലെങ്കിൽ സെപ്റ്റംബറോട് കൂടിയായിരിക്കും ട്രേഡ് ഡീൽ കൺഫർമേഷൻ ആവുക. അതുവരെ 25% താരിഫ് എന്ന ഡീൽ ഇന്ത്യക്കും ആപ്ലിക്കബിൾ ആയിരിക്കും എന്നാണ് ട്രംപ് നൽകുന്ന സൂചന. അപ്പോൾ ഇതൊരു നെഗറ്റീവ് സെന്റിമെന്റ് ആണ്. കാരണം താരിഫ് ഡീലുകൾ വൈകുന്നു എന്നുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടൊരു ആശങ്ക നൽകുന്നുണ്ട്. 25% ഹയർ ടാക്സ് റേറ്റിലേക്കും ഇന്ത്യ വരുന്നു, താൽക്കാലികമാണെങ്കിൽ കൂടി വരുന്നു എന്നതും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് മാർക്കറ്റിൽ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുള്ളത്. ഇത്തരത്തിലുള്ള ഒരു സെന്റിമെന്റ്സിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ ഒരു പോസിറ്റീവ് സോണിലേക്ക് വന്നിട്ടില്ല. നീജക്സ് കറക്ഷൻസ് ഒക്കെ എപ്പോഴും മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അത്തരത്തിൽ ഒരു കോഷ്യസ് മൂവ് ആയിട്ട് മാത്രം ട്രേഡുകൾ എടുക്കുക. എവർക്കും ഒരു ശുഭ ട്രേഡിംഗ് ദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.